ഹേ ഗായ്സ്, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നതാണ് ഏറ്റവും പുതിയ സാംസങ് ഗാലക്സി S24 Ultra. ഈ വീഡിയോയിൽ സ്പിജൻ ബ്രാൻഡിന്റെ ഈസി ഫിറ്റ് ടെമ്പർഡ് ഗ്ലാസ് എങ്ങനെ ഒട്ടിക്കാന്ന് നമുക്ക് നോക്കാം. ടെമ്പർഡ് ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം ഇതിന് സ്യൂട്ട് ആയിട്ടുള്ള കേസ് ഉള്ളതും കാണിച്ചു തരാം. ഇതാണ് സ്പിജൻ ബ്രാൻഡിന്റെ ഈസി ഫിറ്റ് ടെമ്പർഡ് ഗ്ലാസ്. ഇത് ഞാൻ 1999 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഈ പാക്കിൽ 2 ടെമ്പർ ഗ്ലാസ് വരുന്നുണ്ട്. അതായത് ഒരെണ്ണത്തിന് ഓൾമോസ്റ്റ് 1000 റുപ്പീസ് ആണ് വരുന്നത്. ഈ ഒരു ടെമ്പർ ഗ്ലാസിന് 9H സർഫസ് ഹാർഡ്നെസ്സും അതുപോലെ ഓളിയോഫോബിക് കോട്ടിംഗും വരുന്നുണ്ട്. അതുപോലെ സ്പിജൻ കേസ് ഫ്രണ്ട്ലിയും ആണ്. അത് മാത്രമല്ല ഈ ടെമ്പർ ഗ്ലാസിന് ഇൻസ്റ്റാളേഷൻ അത്രയ്ക്ക് ഈസിയാണ്. ഈ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻവലപ്പും അതുപോലെ 2 ടെമ്പർ ഗ്ലാസും ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും അതുപോലെ എയർ ബബിൾ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് റബ്ബർ ടിപ്പുള്ള ഒരു ടൂളും ഇതിൽ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് നമ്മുടെ 2 ടെമ്പർ ഗ്ലാസ്. ഇപ്പൊ നമുക്ക് ഇതിൽ ഒരെണ്ണം ആവശ്യമുള്ളൂ. ഈ ട്രേയുടെ അകത്താണ് ടെമ്പർ ഗ്ലാസ് വരുന്നത്. നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഈ ട്രേയുടെ ടോപ്പും ബോട്ടും ഒക്കെ നോക്കി ഫോൺ ഒന്ന് ജസ്റ്റ് അലൈൻ ചെയ്തൊന്ന് നോക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. നമ്മുടെ എൻവലപ്പിനകത്ത് ഒരു ഡ്രൈ ക്ലോത്തും 2 ലെൻസ് ആൻഡ് സ്ക്രീൻ ക്ലീനിങ് വൈപ്പും അതുപോലെ 2 ഡസ്റ്റ് റിമൂവൽ സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അധികം ഡസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു റൂമിൽ കയറി അവിടുത്തെ ഫാനൊക്കെ ഓഫ് ചെയ്ത് ഒരു ഫ്ലാറ്റ് സർഫസിൽ നമ്മുടെ ഫോൺ വെക്കുക. എന്നിട്ട് ആ ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്ത് സ്ക്രീൻ നല്ലോണം തുടയ്ക്കുക. എന്നിട്ട് നമ്മുടെ ലെൻസ് ആൻഡ് സ്ക്രീൻ ക്ലീനിങ് വൈപ്പിന്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഈ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വെറ്റ് ക്ലോത്ത് ഒരു ചെറിയൊരു പീസ് ആയിരിക്കും, പക്ഷെ അത് നല്ലോണം അൺഫോൾഡ് ചെയ്തിട്ട് ഫോൺ നമ്മുടെ കയ്യിൽ ഇതുപോലെ പിടിച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം പരമാവധി സ്ക്രീനിൽ തൊടാണ്ടിരിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഫിംഗർ പ്രിന്റ് വരും. അത് കഴിഞ്ഞാൽ സ്ക്രീനിൽ എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡസ്റ്റ് റിമൂവൽ സ്റ്റിക്കർ ഉപയോഗിച്ച് അതൊക്കെ റിമൂവ് ചെയ്യുക. ഇനി സ്ക്രീനിൽ തൊടാണ്ടിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈസി ഫിറ്റ് ടെമ്പർ ഗ്ലാസിന്റെ ട്രൈ എടുക്കുക. എന്നിട്ട് അതിന്റെ ടോപ്പും ബോട്ടൊക്കെ കറക്റ്റ് ആയി നോക്കി വെക്കുക. എന്നിട്ട് അത് ഫ്ലിപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് ബാക്ക് നേടിയിട്ട് ഒരു സ്റ്റിക്കർ കാണാം. അത് പതുക്കെ പീൽ ഓഫ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മുടെ ഫോൺ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോൺ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് അലൈൻ ആയിട്ട് ഇരിക്കും. എന്നിട്ട് എല്ലാ സൈഡിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇത് ഫ്ലിപ്പ് ചെയ്ത് പിടിക്കുക. ഫ്ലിപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ താഴെ ഫോൺ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫോൺ താഴെ വീഴാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ ഈ പോർഷനിൽ മേലോട്ടും താഴോട്ടായിട്ട് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് റിമൂവ് ഫ്രം ഹിയർ എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്തുനിന്ന് ആ സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേ ഊരി മാറ്റിയിട്ട് ഫോൺ ഒരു ഫ്ലാറ്റ് സർഫസിൽ വെക്കുക. എന്നിട്ട് ഈ കാണുന്ന സ്റ്റിക്കർ പീൽ ഓഫ് ചെയ്ത് കളയുക. നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ഇത് പ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി എങ്ങാനും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ടൂൾ ഉപയോഗിച്ച് അതൊക്കെ റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഫുള്ളി കവേർഡ് ടെമ്പർ ഗ്ലാസ് ആണ്. S24 Ultra'യിൽ കോണിംഗ് ഗോറില്ല ആർമർ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ 75% റിഫ്ലക്ഷൻസ് കുറച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ റിഫ്ലക്ഷൻസ് കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ ഇത് സ്പിജന്റെ കേസ് ഫ്രണ്ട്ലി ടെമ്പർ ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്പിജന്റെ ലിക്വിഡ് എയർ ആർമർ കേസ്. ഞാനിത് 1299 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. നിങ്ങൾ അലസ്കയില് ഒരു ഫ്ലൈറ്റിന് ഐഫോൺ താഴെ വീണിട്ട് അതിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് ട്രെൻഡിങ് ആയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ആ ഐഫോണിൽ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത് സ്പിജന്റെ ആർമർ കേസ് ആണ്. സ്പിജൻ ബ്രാൻഡിന്റെ ആർമർ കേസ് ലൈനപ്പിലെ ഏറ്റവും ലൈറ്റും തിന്നും ആയിട്ടുള്ള ഒരു കേസാണ് ലിക്വിഡ് എയർ ആർമർ കേസ്. ഇത് മാറ്റ് ബ്ലാക്ക് അതുപോലെ ഡീപ് പർപ്പിൾ എന്ന 2 കളർ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. ഇത് എയർ കുഷൻ ടെക്നോളജി വരുന്ന ആർമർ കേസ് ആണ്. അതുപോലെ ക്യാമറ ഗാർഡും റേസർ വെസൽസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ ഈസി ടു ഹോൾഡ് ആണ്. ഇതിന്റെ ഒരു ഫ്ലൂയിഡ് ടെക്സ്ചർ ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേഡി ഗ്രിപ്പും അതുപോലെ നമുക്കൊരു എക്സ്ട്രാ കംഫർട്ടും ഇത് തരും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ഫോണിൽ ഇട്ട് കാണിച്ചു തരാം. നമ്മൾ ഇടുന്ന സമയത്ത് ഫോൺ ഇതുപോലെ പൊസിഷൻ ചെയ്തിട്ട് ആദ്യം ടോപ്പ് സൈഡാണ് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോട്ടം സൈഡ് ഒന്ന് പതുക്കെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആണ്. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത ടെമ്പർ ഗ്ലാസ് ആർമർ കേസ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഈ ആർമർ കേസ് ഇടുമ്പോൾ ബബിൾസ് കയറി വരുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്റെ പഴയ ഐഫോൺ 12 Pro Maxലും ഈ സെയിം ആർമർ കേസ് ആണ് യൂസ് ചെയ്യേണ്ടായിരുന്നത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആർമർ കേസുകളെ പോലെ ബൾക്കി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ S24 Ultra'യിലും ഇതേ സെയിം ആർമർ കേസ് വാങ്ങിയത്. നിങ്ങൾ ക്യാമറ റിംഗ്സിന്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ഗാർഡ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. അതുപോലെ ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ മൈക്ക് ഹോൾസിന്റെ കട്ടിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗ്രിപ്പ് കാണാനായിട്ട് പറ്റും. അതുപോലെ സ്പിജൻ എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും കാണാം. ഇനി റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വോളിയം റോക്കറിനും പവർ ബട്ടണും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഇനി താഴോട്ട് നോക്കി കഴിഞ്ഞാൽ S Penന് ഒരു കട്ടൗട്ടും സ്പീക്കറിന് ഒരു പെർഫെക്റ്റ് കട്ടൗട്ടും അതുപോലെ മൈക്കിനും ചാർജിംഗ് സ്ലോട്ടിനും കൂടി ഒരു കട്ടൗട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം എങ്ങാനും ഫിംഗർ പ്രിന്റ് സ്കാനർ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്യുക. ഇപ്പൊ വീഡിയോ കാണുമ്പോൾ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യാത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ പേടിക്കൊന്നും വേണ്ട. ഫിംഗർ പ്രിന്റ് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് ഒക്കെ മാറും. അപ്പൊ ഈ ടെമ്പർ ഗ്ലാസും ആർമർ കേസും പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ S24 Ultra'യുടെ അൺബോക്സിംഗും അതുപോലെ റിവ്യൂ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസിന്റെ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.